ഹലോ, എവിടെ എല്ലാവരും? ഇവിടെ ശ്രുതിയാണ് കേട്ടോ. കുറേ നാളായില്ലേ നമ്മളിങ്ങനെയൊക്കെ നേരിട്ട് നിന്നൊന്ന് സംസാരിച്ചിട്ട്. എൻ്റെ മടിയും പിന്നെ സമയക്കുറവും ഒക്കെ കൂടെയാണ് കേട്ടോ. ഇന്ന് ഇവിടെ നല്ല വെതർ, വിൻ്ററൊക്കെ കഴിഞ്ഞ് പയ്യനെ സമ്മർ ആകുമ്പോഴാണ്. ഇപ്പോൾ ഒരു സ്പ്രിങ് ടൈമാണിത്. എനിക്ക് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അത് കുഞ്ഞായിട്ട് കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ കേട്ടോ നല്ല വെയിലുണ്ട്. ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചെറിയ തണുപ്പും ഉണ്ടാവും, എന്നാൽ ഇത് കണക്ക് നല്ല വെയിലും ഒക്കെ ഉണ്ട്. കണ്ടോ, ജാക്കറ്റൊന്നും ഒന്നും ആവശ്യമില്ല, കാറ്റുണ്ട്. ഞാൻ ഇന്ന് റെഡിയായിട്ട് ഇറങ്ങിയത് മുട്ട മേടിക്കാൻ പോകാനാണ്. ഇന്നൊരു ശനിയാഴ്ചയാണ്, അപ്പം നല്ല വെതറൊക്കെ അല്ലേ. ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ രാവിലെ എന്നൊന്ന് മുട്ട മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കും ഈ മുട്ട മേടിക്കുന്നത് എന്തോ ഇതിനു വേണ്ടി കാണിക്കാനെന്ന്, പക്ഷേ പോകുമ്പോൾ കാണാം. ഇത് ഞാനൊരു ഫാമിൽ നിന്നാണ് ഇവിടെ നമ്മൾ മുട്ട മേടിക്കുന്നത്. നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ല. അപ്പോൾ അത് ചിലപ്പം ഒരു രസമുള്ള കാഴ്ചയായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ് കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് ഓടിപ്പോയി മുട്ട മേടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് പോയിട്ട് വരാം. ഇന്ന് ഞാൻ തന്നെയാണ് പോകുന്നത്. സാധാരണ ഇങ്ങനെ വീക്കെൻഡിലൊക്കെ പോകുമ്പം പിള്ളേർ കൂടെ വരാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് പ്ലേ ഡേറ്റിന്. അപ്പോൾ അതുകൊണ്ട് തകൃതിയായിട്ടുള്ള കളിയാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ പോകുന്നില്ല രണ്ടുപേരും. ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ആ ഒരു റോഡ്. വെയിലിൻ്റെ ഒരു ഐശ്വര്യം നല്ലതുപോലെ ഉണ്ട് കേട്ടോ. അല്ലാത്തത് എങ്ങനെയാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. മരങ്ങളിലൊന്നും ഇലയൊന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അതൊരു മെയ്യൊക്കെ ആവുമായിരിക്കും ആയി വരാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് കാണാമോ ആ റൈറ്റ് സൈഡിൽ ഒരു മഞ്ഞ കളറ് ചെടി കണ്ടോ? അതൊരു പൂവൊന്നുമല്ല കേട്ടോ, അതൊരു ചെടിയാണ് മഞ്ഞ കളറിൽ. ഞാൻ കഴിഞ്ഞ വർഷം വിഷുവിന് അതിൽ നിന്ന് 2 കമ്പ് എടുത്തായിരുന്നു. നമുക്കിവിടെ കണിക്കൊന്നയൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു മഞ്ഞ കളർ ഇരിക്കട്ടെ എന്ന് വെച്ച്. ഇവിടെ പബ്ലിക് പ്ലേസിൽ നിന്ന് അങ്ങനെ എടുക്കാവുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അത്ര വളർന്ന് കിടന്നുകൊണ്ട് 2 കമ്പെടുത്തു. പിന്നെ നമുക്ക് ഈ റോഡ് നല്ല രസമാണ് കാണാനായിട്ട്. 2 വശത്തും മരങ്ങളൊക്കെ ആയിട്ട്. ഈവൻ ഇലകളൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല ഒരു ഭംഗിയാണ് ആ റോഡ്. ഇവിടെ പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ റോഡുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കാരണം ഇവർ ഇതുപോലെ മരങ്ങളെയൊക്കെ ഒരുപോലെ വെട്ടി നിർത്താനായിട്ട്, ബ്രാഞ്ചസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ വെട്ടി നിർത്താനായിട്ട് അവരൊരുപാട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതെ, നമ്മൾ ആ ഫാമിലോട്ട് പോകുന്ന വഴിക്ക് അപ്പുറം ഇപ്പുറമൊക്കെ നിങ്ങൾ കണ്ട ഓരോ ഇത് കണക്ക് ഫീൽഡുകളാണ്. ഓരോ കൃഷിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫീൽഡാണ്. പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മളിതാ ഇവിടെ എത്തി. വീട്ടിൽ നിന്ന് ഒരു 5-6 മിനിറ്റ് ഡ്രൈവാണ് കേട്ടോ നമ്മുടെ ഈ ഫാമിലോട്ട്. ഇവിടെ കാണുന്നതും കൂടുതലും വിജനമായിട്ടുള്ള ഈ ഫീൽഡുകളും പിന്നെ അവിടുത്തെ അവരുടെ ഓണേഴ്സ്, അതിൻ്റെ വീട്ടുകാരുമാണ്, അവരുടെ വീടുമാണ് കാണുന്നത്. ഇതാണ് നമ്മളുടെ ഫാം. നമ്മൾ മുട്ട മേടിക്കാൻ വന്ന ഫാം ഇതാണ്. അവരുടെ വീടും അവിടെ തന്നെയാണ്. ഈ കാണുന്നതാണ് അവരുടെ വീട്. ഈ ഫ്രണ്ടിൽ കാണുന്നത് ബാക്കിലോട്ടാണ് അവരുടെ ഫാം ഉള്ളത്. ഒരുപാട് കൃഷി ഉണ്ടാവും കേട്ടോ, അവർക്ക് ഒരുപാടുണ്ട്. കോഴികൾ മാത്രമല്ല. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു. സാധാരണ എനിക്ക് ഈ ഒരു സൈഡ് വഴിയൊന്നും കൊണ്ട് പാർക്ക് ചെയ്യേണ്ടി വരാറേ ഇല്ല. ആകെ 1-2 കാറുകളെ സാധാരണ ഞാൻ വീക്ക് ഡേയ്സിൽ വരുമ്പം കാണാറുള്ളൂ. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഈ സമയത്തല്ലേ. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് വാങ്ങി പോകുന്നുണ്ട്. പിന്നെ ഒരു കുട്ടി വണ്ടി കണ്ടോ അവിടെ കിടക്കുന്നത്? അതിനകത്താണ് അവർ ബാക്കിലുള്ള ആ ഫാമിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഇങ്ങോട്ട് വന്നിട്ട് അവർ അതിനുള്ളിൽ നിറയ്ക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. മുട്ടയുണ്ട് ആ ചാക്കിലൊക്കെ ഇരിക്കുന്നത്. ഉരുളക്കിഴങ്ങ്, സവാള, ഇതൊക്കെയാണ്. കുറച്ച് ഇഞ്ചി കണ്ടു ഞാൻ. പിന്നെ ജ്യൂസുകൾ കണ്ടു. പിന്നെ മുട്ടയാണ് കൂടുതലും, നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ ഇങ്ങനെയാണ് മുട്ടയൊക്കെ വെച്ചിരിക്കുന്നത്. മുട്ട മാത്രമല്ല വേറെ സാധനങ്ങളും ഉണ്ട്. ഓരോന്നും ഓരോ ഷെൽഫിനകത്ത് ഓരോ തരം മുട്ടകൾ, നമ്മുടെ ചുമന്നതും വെള്ളയായിട്ടുള്ള മുട്ടകൾ പല എണ്ണത്തിൽ വെച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ളത് നമുക്ക് ഓരോന്നിനൊരു നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ ഓരോ ഷെൽഫിലും. പിന്നെ ഇതാണ് ആ മുട്ട നമുക്ക് കൊണ്ടുപോകുന്ന ക്രാറ്റ് കേട്ടോ. അത് നമ്മൾ റിട്ടേൺ ചെയ്യണം. ആപ്പിളുണ്ട്, പെയർ ഞാൻ കണ്ടു. എന്തൊക്കെയാണോ സീസണൽ ഫ്രൂട്ട്സ് അതൊക്കെ മിക്കവാറും കാണാറുണ്ട്. കൂടുതലും മുട്ട, ചീസ്, തൈര്, പാലൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാവാറുള്ളത്. ഇതിപ്പം ആ ഫാമിലുള്ളവർ അവർ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാതെ അവർ നേരിട്ട് ഇങ്ങനെ കുറച്ച് കൊടുക്കുകയാണ്. അവർ സൂപ്പർ മാർക്കറ്റിലും കൊടുക്കുന്നുണ്ടാവും. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ ഉണ്ട്.
ബീട്രൂട്ട്, വയലറ്റ് ക്യാബേജ്, നമ്മുടെ സ്പ്രിങ് ഒണിയൻ, അതിൻ്റെയൊക്കെ വിലയും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മധുരക്കിഴങ്ങാണ്. പിന്നെ ഇത് റാഡിഷാണ് മറ്റേ ആ ഒരു കവറിലിരിക്കുന്നത്. തൈര് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇത്തവണ ഒരു പുതിയ സാധനം ഞാൻ കണ്ടു, സാൽമൺ. ഞാൻ ഇതുവരെ അത് ഇവിടെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. മാരിനേറ്റഡ് സാൽമൺ പല സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടറാണ് ഇരിക്കുന്നത്. പിന്നെന്താണ് ഉണ്ടാവാറുള്ളത്? പിന്നെയും തൈരിൻ്റെ പല വെറൈറ്റി തൈരുകൾ ഉണ്ട്. പിന്നെ ഇതിനകത്തും കുറേ ചീസ്, മേളിൽ താണ്ട സാൽമൺ ഇരിപ്പുണ്ടാവും. പല സൈസിൽ വെട്ടിയിട്ട് അവർ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. താഴെ പാലിരിക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞൊരു സാധനമാണ് താഴെ ഇരിക്കുന്നത്. നമ്മുടെ കസ്റ്റേർഡില്ലേ, ഫ്രൂട്ട് സലാഡില്ലേ, അതുപോലെയാണ് അത് ഇരിക്കുന്നത്. നമുക്ക് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. അവിടെ പേ ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് പോകാം. ഇത് കണ്ടോ, ഈ ഒരു ഫ്രീസറിൽ താഴെ കുറേ ഐസ്ക്രീമും ഇരിപ്പുണ്ട്. അതൊക്കെ അവരുടെ ഇൻഹൗസ് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് കുറച്ച് അല്ലാതെ മീറ്റുണ്ട്. ഞാൻ ചിക്കനാണ് കൂടുതലും ചിക്കനേ ഉള്ളൂ, അല്ലാണ്ട് വേറെ മീറ്റൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ നമ്മുടെ കട്ട്ലേറ്റൊക്കെ പോലെ റെഡി ടു ഫ്രൈ ആയിട്ടുള്ള കുറച്ച് ഫ്രോസൺ സാധനങ്ങളൊക്കെ ആ ഒരു ഫ്രീസറിലുണ്ടായിരുന്നു. ഇതെല്ലാം സൈഡിൽ നമുക്ക് പേ ചെയ്തിട്ട് നമ്മുടെ ആവശ്യം പോലെ നമുക്ക് എടുത്തിട്ട് പോവാം. പിന്നെ ഞാൻ ജാം കണ്ടു, ആപ്പിളിൻ്റെത്, സ്ട്രോബെറിയുടേത്, പെയറിൻ്റെ, അങ്ങനെയൊക്കെയുള്ള ജാമും ഞാൻ അവിടെ കണ്ടു. ജ്യൂസ്, ഇതിപ്പോൾ നമുക്കിങ്ങനെ ഫാമിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്രഷായിട്ട് കിട്ടും. പ്രൈസ് ഡിഫറൻസ് സൂപ്പർ മാർക്കറ്റിലായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാനത് അങ്ങനെ ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഒരു ഫ്രഷ് ഫീലിംഗ് ആണ്. അവർക്കും നല്ലതാണല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അവർക്ക് ആ ഒരു സൂപ്പർ മാർക്കറ്റിന് കൊടുക്കുന്ന കമ്മീഷൻ കുറഞ്ഞ് അവർക്ക് നേരിട്ട് സെല്ല് ചെയ്യാമല്ലോ. പക്ഷെ ഇതൊരു നല്ലൊരു രസമാണ് കേട്ടോ, ഇവിടെ വന്ന് ഇതിങ്ങനെ മേടിക്കുന്നത്. ഒരു പ്രത്യേക എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വന്ന് എടുക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പേ ചെയ്തിട്ട് മുട്ട എടുക്കണം. ഞാൻ നമ്പർ 31 അതാണ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത്. അതിനകത്ത് 60 മുട്ടയുണ്ട്. അതിൻ്റെ വില 12.90. നമ്മളത് പേ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ അത് തുറന്നിങ്ങ് വരും. നമ്മൾ ആ നമ്പറും കൊടുക്കണം, എന്നിട്ട് പേ ചെയ്യണം. മുട്ട എടുത്തു. ഞാൻ പിന്നെ ഓർത്തു ബീട്രൂട്ടും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ അതിൻ്റെയൊക്കെ വില എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ആ റോഡ് ബീറ്റൺ എഴുതിയേക്കണതാണ് ബീട്രൂട്ട്. 1 200 അതിൻ്റെ വെയിറ്റ്. 2 യൂറോയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളവിടെ പേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അത് കൊണ്ടെല്ലാം വെച്ചപ്പോഴാണ് ഞാൻ ആ ക്രാറ്റ് റിട്ടേൺ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് മറന്നുപോയി. അപ്പോൾ അത് ഞാൻ തിരിച്ച് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഓപ്പോസിറ്റൊക്കെ വിജനമാണ്, കൂടുതലും ഇങ്ങനെയുള്ള ഫീൽഡുകളാണ്. ഒരു കുഞ്ഞാണോ വലുതാണോ നിരത്തിലെ ട്രാക്ടർ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാനായിട്ടൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ബാക്കി നിങ്ങളോട് ഇരുന്ന് വിശേഷം പറയാമെന്ന് ഇവിടെ ഇരുന്ന്. മുട്ട മേടിച്ച് കഴിഞ്ഞിട്ട് പോകാനായിട്ട് എടുത്തതാണ്. പക്ഷേ കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. ഇത്രയും നല്ല ഭംഗിയുള്ള വെയിലും ഒക്കെ ഉള്ളപ്പോൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറയുന്നത് എത്രമാത്രം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നല്ല കാറ്റുണ്ട് ആക്ച്വലി. അതുകൊണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം കാറ്റാണെങ്കിൽ ഞാനത് ഒബ്സർവ് ചെയ്യാം. ഞാനെന്ത് ഈ വെതർ നല്ലത്, വെയിൽ ഉണ്ട് എന്നൊക്കെ ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ. നാട്ടിൽ നമുക്ക് ഇഷ്ടംപോലെ വെയിലും ചൂടും ഒക്കെ ഉണ്ട്. പക്ഷെ അത് കുറച്ച് അൺസൈക്കബിൾ ചൂടും വെയിലും ആണല്ലോ നാട്ടിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒന്നാമത് ഈ വിൻ്ററൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്പ്രിങ് തുടങ്ങുമ്പോൾ ആദ്യം കിട്ടുന്ന വെയിലിനോട് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഒരു സെപ്റ്റംബർ മുതൽ ഈ മാർച്ച് സമയം, അത്യാവശ്യം തണുപ്പും ഇരുട്ടും ഒക്കെയാണ്. അപ്പോൾ ഈ സ്പ്രിങ് തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ്, സന്തോഷമാണ്. പിന്നെ നാട്ടിലെ പോലെ അത്ര ഇൻറ്റൻസ് വെയിലല്ല ഇവിടെ. വെയിലുണ്ടെങ്കിൽ അത്യാവശ്യം ചെറിയ ഭയങ്കര കാറ്റ്. ഇതിപ്പോൾ ഇവിടെ ഈ സിറ്റിയിലൊക്കെ കൃഷിയാണ്, വയലുകളാണ്. കുറച്ചുകൂടി കാറ്റ് കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വെയിലിനും വെതറൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് എടുത്ത് പറയുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മറ്റേ വീഡിയോയിൽ. ആ കാറ്റിൻ്റെ സൗണ്ടിനെ ഒഴിവാക്കാനായിട്ട് യാതൊരു മാർഗവും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ.
ഇതുപോലത്തെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്നോട് പറയും, ഞാൻ സമയം കിട്ടുന്നത് പോലെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.